ആമുഖത്തിലേക്ക് സ്വാഗതം. ആമുഖത്തിൻ്റെ രണ്ടാം ഭാഗമായ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം തീക്കട്ടയിലും ഉറുമ്പരിക്കുമോ. തീക്കട്ടയിലും ഉറുമ്പരിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു കൗതുകമായി തോന്നുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ യുവ IPSകാരി ചൈത്ര തെരേസ ജോൺ. ചൈത്ര തെരേസ ജോൺ ഒരു അർദ്ധരാത്രിയിൽ 100ഓളം പോലീസുകാരുമായി ചെന്ന് തിരുവനന്തപുരം നഗരത്തിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് നടത്തിയ വീരകൃത്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൈയടിച്ചിരിക്കുകയാണ് ഈ വീരകൃത്യത്തെ. ഇതിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. കുറച്ച് കാലങ്ങളായി മലയാളികൾ ഏറെ കേൾക്കുന്ന വാക്കാണ് സ്ത്രീ സമത്വവും സ്ത്രീ മുന്നേറ്റവും നവോത്ഥാനവും. അതേസമയം ശബരിമലയിലേക്ക് സ്ത്രീകൾ കെട്ടും കെട്ടി പോകുന്നതാണ് നവോത്ഥാനം എന്നായിരുന്നു വ്യാപകമായ പ്രചരണം. ഇതിനായി വനിതാ മതിൽ സംഘടിപ്പിച്ചും ആർത്തവെ ഉയർത്തിപ്പിടിച്ചും കേരളത്തെ നമ്മുടെ സർക്കാർ നവോത്ഥാനത്തിൻ്റെ ഉത്തംഗ ശൃംഗങ്ങളിൽ എത്തിച്ചു. ഈ നവോത്ഥാനത്തിൻ്റെ ചൂടും ചൂരും പേറിയാണ് ഇടിമുഴക്കം പോലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചൈത്ര തെരേസ ജോൺ എന്ന പുലിക്കുട്ടി കുതിച്ചു കയറിയത്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച DYFI പ്രവർത്തകരെ തിരുവനന്തപുരത്തെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ചൈത്രയുടെ ഈ നവോത്ഥാന നീക്കം. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മണിക്കൂറുകൾക്കകം ചൈത്രയെ തൻ്റെ DCP സ്ഥാനത്തു നിന്നും സർക്കാർ തെറിപ്പിച്ചു. നവോത്ഥാന നായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ട് ചൈത്രയ്ക്ക് നേരെ വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടു. ശാന്തമായ പാർട്ടി പ്രവർത്തന ശൈലി കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ CPMനെ കരുതിക്കുട്ടി അപമാനിക്കാനാണ് ചൈത്ര ഓഫീസ് റെയ്ഡ് നടത്തിയത് എന്ന് പാർട്ടി മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടതാണ് ഈ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നായി ഇന്ന് ചൈത്ര തെരേസ ജോൺ മാറിയിരിക്കുകയാണ്. നാട്ടിലാകെ നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന CPM എന്ന വിപ്ലവ പാർട്ടി സ്വന്തം പ്രസ്ഥാനത്തിൽ എന്തേ നവോത്ഥാനം വേണ്ടെന്ന് വെക്കുന്നത്? നെഞ്ചുമിരിച്ച് വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ സർക്കാർ ഓർത്തില്ലയോ റെയ്ഡിന് ശേഷം DCP തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയിൽ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന കാര്യം? പോലീസ് സ്റ്റേഷനിൽ GD എൻട്രി രേഖപ്പെടുത്തിയ കാര്യവും പിണറായി പോലീസ് തന്നെയാണ് ചട്ടവിരുദ്ധമായി ചൈത്ര യാതൊന്നും ചെയ്തിട്ടില്ലെന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെ മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയാണെന്നും ചട്ടവിരുദ്ധമായാണ് ചൈത്ര റെയ്ഡ് നടത്തിയതെന്നുമുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ പരാതി പൊളിഞ്ഞു. സർക്കാർ ആകെ വെട്ടിലായി. പോലീസുകാർക്കും ആക്ടിവിസ്റ്റുകൾക്കുമായി കയറിയിറങ്ങി നിറങ്ങാൻ ഇത് ശബരിമല സന്നിധാനം അല്ലെന്നും പരിപാവനമായ CPMൻ്റെ ഓഫീസാണെന്നുമുള്ള കാര്യം ചൈത്ര മറന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇത് വെറും സൂചനയാണെന്നും സുരേഷ് ഗോപി മമ്മൂട്ടി സിനിമ കണ്ട് കൂടുതൽ നെഗ്ലിച്ചാൽ ജേക്കബ് തോമസിന്റെ അനുഭവം ചൈത്രയെ തേടിയെത്തും എന്ന പരിഹാസ രൂപേണയുള്ള വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും സർക്കാരിനെതിരെ ഉയർന്നു. സ്വന്തം കുടുംബങ്ങളിലും പാർട്ടി ഓഫീസിലെ പടിവാതിൽക്കലും നവോത്ഥാനം എന്ന പുരോഗമന ചപ്പലുകൾ അഴിച്ചുവെച്ചിട്ടാണ് CPMൻ്റെ പാർട്ടി നേതാക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഇതിലും വലിയ തെളിവില്ല. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലൊക്കെ തിരുത്തിക്കുറിച്ച് CPMന് മീതെ ഒരു നവോത്ഥാനവും സ്ത്രീ സമത്വവും വേണ്ട എന്ന് മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും ഒരു കാര്യത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. പുരുഷന്മാർ പോലും പകച്ചു നിന്ന കേട്ടാൽ വിറയ്ക്കുന്ന ഈ ധൈര്യം കാണിക്കാൻ സൈധൈര്യം മുന്നോട്ട് വന്നത് ഒരു സ്ത്രീയാണ്. എന്ത് കുറ്റകൃത്യം നടത്തിയാലും ജാതി മത വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ നടപടിയെടുക്കാനുള്ള ആർജവമുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെയും യഥാർത്ഥ കാവലാളുകൾ. സർക്കാരിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള ഈ നാട്ടിൽ ചൈത്രയെ പോലെയുള്ള ശ്രീറാം വെങ്കിട്ടറാമനെ പോലെയുള്ള കളക്ടർ അനുപമയെ പോലുള്ള പതറാത്ത മനസ്സുള്ള യുവരക്തങ്ങളെയാണ് ഇന്ന് നാടിനാവശ്യം. അച്ഛൻ്റെ പാത പിന്തുടർന്നെത്തിയ ചൈത്ര IPS ലിസ്റ്റിൽ ഒന്നാമതായിരുന്നു. സിവിൽ സർവീസിൽ 111ാം റാങ്കുകാരി. തലശ്ശേരി ASP തുടങ്ങിയ ക്രമസമാധാന ചുമതലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചൈത്ര പുതിയ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇതിനോടകം പേരെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ മികച്ച പ്രതീകമായ ചൈത്രയുടെ മുന്നേറ്റത്തെ ചവിട്ടിമെതിക്കാൻ ഈ സർക്കാർ തന്നെ മുൻകൈയെടുത്തത് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി തന്നെ കാണേണ്ടി വരും. ചൈത്രയെ പോലെയും അനുപമ പോലെയുമുള്ള IASകാരെയും IPSമാരെയാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. യഥാർത്ഥ നവോത്ഥാനം നടപ്പാക്കാൻ നവോത്ഥാന മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന CPM തന്നെ മുൻകൈയെടുത്ത് ഇവരെ പോലെയുള്ള IASകാരെയും IPSകാരെയും കൂടുതലായി കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രത്യാശയോടെ അടുത്ത ഒരു വിഷയമായി അടുത്ത ആഴ്ച കാണാം.